ഹായ്. നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പൊതുവേ നമുക്ക് പറ്റുന്നൊരു സംഗതി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇങ്ങനെയുള്ള ഇപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ടുള്ളൊരു ക്യാൻഡിൽ കണ്ടില്ലേ, അപ്പം ഇങ്ങനെയുള്ള ക്യാൻഡിൽസ് ഒക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പേടിയാണ്. നമ്മൾ പേടിച്ചിട്ട് നമ്മുടെ ഉള്ള പോർട്ട്ഫോളിയോയും കൂടി നമ്മൾ എക്സിറ്റ് ചെയ്തിട്ട് ലോസിൽ ബുക്ക് ചെയ്തിട്ട് നമ്മൾ പുറത്തു പോകും. അപ്പോൾ ആക്ച്വലി ഇതൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. കാരണം അതിൻ്റെ ശേഷം നോക്കിയാൽ വിത്തിൻ 2 days സെയിം ഡേ തന്നെ മാർക്കറ്റ് തിരിച്ച് കയറാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ഗവൺമെൻറ് മാറും എന്നുള്ളൊരു രീതിയിലേക്ക് വന്ന സമയത്താണ് ആക്ച്വലി നല്ല രീതിയിലുള്ളൊരു ഈ ഒരു ഫാൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആക്ച്വലി ആ ഒരു സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാനൊക്കെ ആക്ച്വലി ഇപ്പം നമുക്ക് ഈ ഒരു ഞാൻ വരച്ചിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈനിനകത്ത് എവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് ബ്രേക്ക് ആവുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മുകളിലേക്ക് പോകണമെന്നാണ്. ബട്ട് ഇത് നമ്മൾ എന്തെങ്കിലും ഒരു ഇമോഷൻ്റെ പുറത്ത്, അതേപോലെ തന്നെ ഒരു ബഡ്ജറ്റ് വരുന്ന സമയത്ത്, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള റിസൾട്ടൊക്കെ വരുന്ന സമയത്ത്, അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ മാർക്കറ്റ് ഫോളോ ആവാന്ന് പറഞ്ഞാൽ അവിടെ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഒന്നുമില്ല, ഭയങ്കര ഡീപ്പായിട്ട് ഫോളോ ആവും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതായത് നല്ലൊരു എമൗണ്ട് നിഫ്റ്റിയിൽ. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ക്യാപിറ്റലിൻ്റെ നല്ലൊരു ഭാഗം എപ്പോഴും നമ്മൾ എടുത്തു വെക്കണം. അതായത് ഇപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതും, അതായത് എയർമോസ്റ്റ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയാണ്, ബാങ്ക് നിഫ്റ്റി 51,000 റീച്ച് ആവുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും, അതേപോലെ ഇങ്ങനെയുള്ള ഒരു ഡൗൺഫാൾ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആക്ച്വലി ഇങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു ചെറിയ എമൗണ്ട് ഓഫ് മണി മാത്രമേ നമുക്ക് ഇനിയിപ്പോൾ തീരെ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരാൾക്ക് നമുക്ക് കുറച്ച് പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, അതിനൊരു കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല. ബാക്കിയുള്ള പൈസ അവർക്ക് എടുത്തു വെക്കാം. കാരണം മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണ്, എപ്പോൾ വേണമെങ്കിലും ഒരു കറക്ഷൻസ് സംഭവിക്കാം. സോ എപ്പോഴും നമ്മൾ നല്ല കറക്ഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം അതേപോലെ തന്നെ നല്ല ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരുന്നൊരു സമയമാണ് നല്ല ഫാൾസ് ഒക്കെ കിട്ടുമ്പോൾ. ഇതേപോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു ഡൗൺ ട്രെൻഡൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട്, ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ട്, അതേപോലെ ഫെഡറൽ ബാങ്ക് അല്ലെങ്കിൽ RBI എന്തെങ്കിലും പുതിയ ഒരു റൂൾസ് കൊണ്ടുവരുന്ന സമയത്ത്, ഇങ്ങനെയുള്ള സമയത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് നല്ല രീതിയിൽ നല്ല ഫണ്ടമെന്റലി, ഒന്നെങ്കിൽ വളരെ സേഫ് ആയിട്ടുള്ള നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ കണ്ടെത്തിയിട്ട് അങ്ങനെയുള്ള കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു നല്ല ഒരു എമൗണ്ട്, അതായത് വളരെ സേഫ് സെക്യൂർഡ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റാണല്ലോ നിഫ്റ്റി. അപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ, അല്ലെങ്കിൽ എപ്പോൾ നിഫ്റ്റി മുകളിലേക്ക് പോകുന്നു ആ സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ അടുത്തുള്ള ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സമയം കൊണ്ട് വിത്തിൻ 2-3 days നല്ല രീതിയിലുള്ള റിട്ടേൺസ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ആക്ച്വലി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുക, അവരിവിടുന്ന് മാർക്കറ്റ് ഫോളോ ചെയ്യുന്നത് കാണുമ്പോൾ അവർ നമ്മുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്തിട്ട് ലോസ് ബുക്ക് ചെയ്തിട്ട് മാറി നിൽക്കും. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ ആദ്യം മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം ഒന്നെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് HDFC ബാങ്ക് ഒക്കെ നല്ല സ്റ്റോക്കാണല്ലോ. HDFC ബാങ്കിൻ്റെ സ്റ്റോക്കിലേക്ക് നമുക്ക് ഇൻഡിവിജ്വലി ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്, തീർച്ചയായിട്ടും നിഫ്റ്റി ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ ഇതുപോലെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള, ഇപ്പോൾ HDFC ബാങ്ക് നല്ല ഹെവി വെയ്റ്റഡ് സ്റ്റോക്കാണ്. സോ നിഫ്റ്റി മുകളിലേക്ക് പോകണം, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇങ്ങനെയുള്ള ബാങ്കിങ് സെക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു വെയിറ്റേജ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താലും ഈ ഒരു ബാങ്ക് നിഫ്റ്റിയോ ഒക്കെ മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു സമയത്ത് റിസൾട്ട് വരുന്ന സമയത്ത് നല്ല രീതിയിൽ അറൗണ്ട് നല്ല ഡീപ്പ് ഫാൾ ആയിരുന്നു. ഓൾമോസ്റ്റ് 21,300 വരെയൊക്കെ പോയിട്ടുണ്ട്. അതിനുശേഷം വിത്തിൻ 1 hour തിരിച്ച് റിട്ടേൺ കയറാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു കാര്യം. സോ അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പേഷ്യൻസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ
ഏറ്റവും വലിയൊരു നമ്മൾ ബിൽഡ് ചെയ്യേണ്ട ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻസ് ആണ്. അപ്പോൾ പേഷ്യൻസ് നമ്മൾ ബിൽഡ് ചെയ്യണം, എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും ഇപ്പോൾ ഇതേപോലെ ഒരു ഫാള് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഒരു ട്രേഡിങ്ങിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാർക്കറ്റ് നിങ്ങൾക്ക് ഷോർട്ട് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള എമൗണ്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ജസ്റ്റ് ഒരു പുട്ട് ഓപ്ഷൻ മേടിച്ച് വെച്ചാലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നല്ല ഹെവി റിട്ടേൺസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് അടുത്തൊരു 3 മാസം 4 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം വരെയൊക്കെ നിങ്ങൾക്ക് എക്സാക്ട്ലി നിങ്ങൾക്ക് നല്ല എമൗണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാഷ് ഫ്ലോ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇങ്ങനെ ഒരു ഫാളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ എപ്പോഴൊക്കെ മാർക്കറ്റ് ഫാളോ ആവുന്നു അതിനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. ആ ഒരു സമയത്ത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്ക്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് കണ്ടിന്യൂ മുകളിലേക്ക് പോകുന്ന ഒരു സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റ് അല്ല മുകളിലേക്ക് പോകുന്ന ഒരു സമയത്ത്, ഒരു അപ് ട്രെൻഡിൽ ഇരിക്കുന്ന സമയത്ത് ചെറിയ എമൗണ്ടുകൾ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ മാർക്കറ്റ് ഫാൾ ആവുന്ന സമയത്ത് നമ്മൾ എടുത്തു വെക്കുന്ന എമൗണ്ടിൽ ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാപിറ്റൽ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് മാത്രം അപ് ട്രെൻഡുള്ള സമയത്ത് നല്ല ട്രെൻഡിങ്ങിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈയിലെത്തുന്ന സമയത്ത് അതിൽ നിന്നൊരു ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാത്ത സമയത്ത് മാർക്കറ്റിന്റെ നല്ലൊരു ഫാളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഫാൾ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അങ്ങനെയാണെന്നുള്ള ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി റിസൾട്ടൊക്കെ വന്നതാണ്. അപ്പോൾ BJP വീണ്ടും ഇനി അടുത്തൊരു 5 വർഷത്തേക്ക് ഭരിക്കാൻ പോവാണ്. അപ്പോൾ BJP ഭരണത്തിലേക്ക് വരുമ്പോൾ വിജയിക്കാൻ സാധ്യതയുള്ള സെക്ടേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സെക്ടേഴ്സൊക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് സ്റ്റോക്കുകളുണ്ട്, ഒരുപാട് കമ്പനികളുണ്ട്. പക്ഷെ എല്ലാ കമ്പനിയിലും കൊണ്ടുപോയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ നോക്കിയിട്ട് അങ്ങനെയുള്ള കമ്പനികളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ഇപ്പോൾ നിഫ്റ്റിൻ്റെ ചാർട്ടാണ്. ഇനി ഐ ടി ഇതേപോലെ തന്നെ ഭയങ്കര ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ നല്ലൊരു ഡൗൺ ട്രെൻഡിലായിരുന്നു. പല റീസൺസ് ഉണ്ട് ഐ ടിക്ക്. നമ്മുടെ ഈ ഇന്ത്യൻ പൊളിറ്റിക്കലുള്ള ഒരു ഇലക്ഷൻ റിസൾട്ടിനോട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡൗൺഫാൾ അല്ല, അതല്ലാതെ തന്നെ കാരണം ഐ ടി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ രാജ്യത്തിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം ഐ ടി ഒരിക്കലും ഫാൾ ആവുക. ഐ ടി ഡൗൺഫാൾ ആവുന്നത് അല്ലെങ്കിൽ ഐ ടിയിൽ ഒരു ക്രാഷ് വരിക അല്ലെങ്കിൽ ഐ ടി ഇൻഡെക്സിലൊക്കെ ഒരു ക്രാഷ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ വേൾഡിലെ എക്കണോമി ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു സെക്ടറാണ് ഐ ടി സെക്ടേഴ്സ്. കാരണം മെജോറിറ്റി ഓഫ് കമ്പനീസ് ഇപ്പോൾ TCS ആണെങ്കിലും വിപ്രോ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ടാറ്റ എലക്സി ആണെന്നുണ്ടെങ്കിലും ഏത് കമ്പനി ആണെന്നുണ്ടെങ്കിലും അവരൊക്കെ വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിൽ ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിലും അവർ പുറത്ത് പല കമ്പനീസും പല വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെയാണ് അവരുടെ കസ്റ്റമേഴ്സ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പുറം രാജ്യത്ത് എന്തെങ്കിലും സംഭവിച്ചപ്പോൾ US എന്തെങ്കിലും സംഭവിച്ചാൽ അല്ല വേറെ ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും സംഭവിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഐ ടി സെക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇപ്പോൾ ഉക്രൈൻ റഷ്യ വാറുള്ള സമയത്ത് ഐ ടി ഭയങ്കര താഴെയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഐ ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഐ ടി ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്. അതും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സെന്റിമെന്റ്സിനോട് ചേർന്നിട്ടുള്ള ഒരു അപ് ട്രെൻഡാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയുന്നതും, കാരണം നല്ല രീതിയിലുള്ള ഒരു കറക്ഷനൊക്കെ വരുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡെക്സ് തന്നെയാണ്. ഐ ടിയിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ പൈസ കിട്ടും എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം ഐ ടി എന്ന് പറയുന്നത് എന്തായാലും നല്ലൊരു റീകവറി ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്തതിന് ശേഷം മാത്രമേ ഒരു നല്ല റീകവറി ഒക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ ഉള്ള ഈ ഒരു അപ് ട്രെൻഡ് ഒന്നും നോക്കണ്ട, എനി ടൈം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കാരണം ഇപ്പോൾ ഒരുപാട് വാറിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഐ ടി ഇൻഡെക്സും പെർഫോം ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വരുൺ ബീവറേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ആണ്. വരുൺ ബീവറേജ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. കാരണം നല്ല രീതിയിലുള്ള റവന്യൂ പ്രോഫിറ്റൊക്കെ ജനറേറ്റ് ചെയ്യുന്ന സ്റ്റോക്കാണ് വരുൺ ബീവറേജ്. സൊമാറ്റോ ആക്ച്വലി നല്ലൊരു സ്റ്റോക്കാണ്. സൊമാറ്റോ നല്ലൊരു സ്റ്റോക്കാന്ന് പറയാനുള്ള ഒരു മെയിൻ കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, സൊമാറ്റോ IPO ചെയ്തിരുന്ന സമയത്ത് അറൗണ്ട് 90 rupeesലായിരുന്നു അവർ IPO ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 90 rupeesലായിരുന്നു. അവിടുന്ന് അങ്ങോട്ട്
സൊമാറ്റോ പല വേർഷനും നമ്മൾ അതിന് ശേഷം കണ്ടിട്ടുണ്ട്. മാർക്കറ്റ് സ്റ്റോക്ക് നല്ല രീതിയിൽ 160 റേഞ്ച് വരെ പോയിട്ട് പിന്നെ ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു. ക്രാഷ് ആയിട്ട് വീണ്ടും 45-50 റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ പല ന്യൂസും പല കാരണങ്ങളും ഉണ്ട്. ഇവൻ തോ ഇപ്പോൾ നല്ലൊരു സ്റ്റോക്കാണ് സൊമാറ്റോ, നല്ലൊരു കമ്പനിയാണ്. കാരണം അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. സൊമാറ്റോ സൊമാറ്റോന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 1.62 ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ കറണ്ട് പ്രൈസ് 184 ആണ്. സ്റ്റോക്ക് പി നോക്കണ്ട, ഓവർ വാല്യൂഡ് ആയിട്ട് 462 കാണിക്കുകയാണ്. കാരണം ഒരു പ്രോഫിറ്റബിൾ കമ്പനി ആയിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ സ്റ്റോക്ക് പിയിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെയുള്ള സ്റ്റോക്കൊക്കെ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് അതിൻ്റെ ഒരു തീം. ഇപ്പോൾ സൊമാറ്റോനെ സംബന്ധിച്ചിടത്തോളം സൊമാറ്റോൻ്റെ തീം എന്ന് പറയുന്നത് ഫുഡ് ഡെലിവറി ആപ്പാണ്. ഒരുപാട് കമ്പനികൾക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് പേര് ഇപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാന്ന് പറയുന്നത് അടുത്തൊരു 5 വർഷം 10 വർഷത്തേക്ക് എങ്ങനെയാണെന്ന് ചിന്തിക്കാം. ഇപ്പം നമ്മളൊരു കഴിഞ്ഞൊരു 2 വർഷം 3 വർഷം ബാക്കിലേക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സൊമാറ്റോ കഴിഞ്ഞൊരു 2-3 വർഷം കൊണ്ട് എത്രത്തോളം വലുതായിട്ടുണ്ട് ആ കമ്പനി എന്നുള്ളത്. അതേപോലെ തന്നെ അടുത്തൊരു 5 വർഷം 10 വർഷം മുന്നിലേക്ക് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇനി അങ്ങോട്ട് ഒന്നെങ്കിൽ ഫോൺ ത്രൂ ഓർഡർ ചെയ്തിട്ടായിരിക്കും ഭൂരിപക്ഷം ആളുകൾ, എസ്പെഷ്യലി നമ്മൾ ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിലൊക്കെ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഓരോരോ ഓപ്ഷൻ സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗിയാണ്. പക്ഷേ സ്വിഗ്ഗി എന്ന് പറയുന്നത് ഇപ്പോൾ സൊമാറ്റോൻ്റെയും സ്വിഗ്ഗിയുടെയും കാര്യത്തിൽ ഇപ്പോൾ സൊമാറ്റോ സ്വിഗ്ഗി ആയിരുന്നു ആദ്യം IPO ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വലിയൊരു മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയായിട്ട് മാറുമായിരുന്നു. അതിനുള്ള എല്ലാ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ സൊമാറ്റോയാണ് ആദ്യം IPO ചെയ്തത്. സൊമാറ്റോൻ്റെ വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ ഒരു മാർക്കറ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സൊമാറ്റോ തന്നെയാണ്. പിന്നെ നല്ല മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. അതേപോലെ തന്നെ അടുത്തൊരു 5 വർഷം 10 വർഷത്തേക്കൊക്കെ തീർച്ചയായിട്ടും ഇനിയുള്ള എല്ലാ ജനറേഷൻ ആണെന്നുണ്ടെങ്കിലും പുറത്ത് പഠിക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിലും മെട്രോപൊളിറ്റൻ സിറ്റിയിലാണെന്നുണ്ടെങ്കിലും ആരാണെങ്കിലും ഈസി വേ ആയിട്ട് അവർ വർക്ക് കഴിഞ്ഞ് വന്നാലും എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അവർ ഫോൺ ത്രൂ ആണ് ഒരു ഫുഡ് ഓർഡർ ചെയ്യുന്നത്. വളരെ റയർ കേസ് മാത്രമാണ്. ഇപ്പം നമ്മളൊരു വീക്കെൻഡിലോ അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോയിരിക്കുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം സൗകര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് നമ്മൾ പോകുന്നത്. അല്ലാത്ത സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ സൊമാറ്റോയുടെ മൊത്തം സെയിൽസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സെയിൽസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും 2056, 416, 848, 3288. ഇപ്പോൾ ലാസ്റ്റ് മാർച്ച് 2024 3562 കോടിയുടെ ഒരു സെയിൽസ് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മൈനസ് ആയിരുന്നു. -48, 47, 51, 86 അത് പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ ഇതിന് മുമ്പേ സൊമാറ്റോ എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് ആണല്ലോ. അപ്പോൾ എല്ലാവരുടെയും ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് പലരും സൊമാറ്റോയിൽ അന്നേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ മാത്രം നോക്കിയിട്ടാണ്. ഇന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ സൊമാറ്റോ എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ പുറത്താണ് എല്ലാവരും ബെറ്റ് ചെയ്യുന്നതും. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പം ഇപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ OPM നോക്കുകയാണെന്നുണ്ടെങ്കിലും -2 ആയിരുന്നു. 2% കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി തീർച്ചയായിട്ടും ഈ ഒരു OPM അടുത്തൊരു വർഷമാകുമ്പോഴത്തേക്കൊക്കെ നല്ല ഒരു പെർസെൻറ്റേജ് മുകളിലേക്ക് ഓരോ ക്വാർട്ടറിലും നല്ല രീതിയിൽ അവർക്ക് കയറി പോകണം. അതായത് 3%, 4% ആ ഒരു റേഞ്ചിലേക്ക് ഇങ്ങനെ കയറി പോവുക, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. താഴേക്ക് വരുമ്പോഴാണ് വീണ്ടും നമുക്ക് അത് ഭയങ്കരമായിട്ട് പ്രോഫിറ്റിനൊക്കെ ബാധിക്കുക. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഇയറിൽ 36, 138, 175 ഒരു ഓൾ ടൈം നെറ്റ് പ്രോഫിറ്റ് അവർ ഓൾറെഡി സൊമാറ്റോ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ EPS ആണെന്നുണ്ടെങ്കിലും 0.4 ആയിരുന്നു, 16 ആയി, ഇപ്പോൾ 0.20. EPS എന്ന് പറയുന്നത് ഏർണിംഗ് പെർ ഷെയർ ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെയിൽസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ഇയർ ഓൺ ഇയർ സെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും 1994 കോടിയായിരുന്നു മാർച്ച് 2021. 2022 ആയപ്പോൾ അത് 4192 23 7,000 മുകളിലായി മാർച്ച്. അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 80% ഒരു ഗ്രോത്ത് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അറൗണ്ട് 12,114 കോടിയുടെ ഒരു സെയിൽസ് അവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്.
അതേപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും മൈനസ് ഇപ്പോൾ ഒരു 42 കോടിയുടെ OPM അല്ല പ്രോഫിറ്റ് അവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഇയർ ഓൺ ഇയർ. EPS നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവാണ് ഇപ്പോൾ EPS കാണിക്കുന്നത് 0.40. കഴിഞ്ഞ വർഷം അത് -1.14 ആയിരുന്നു. അതിൻ്റെ മുന്നത്തെ വർഷം അത് 1.154 ആയിരുന്നു. ഇങ്ങോട്ട് പിന്നെ നോക്കിയേ വേണ്ട, വളരെ ഡൗൺ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും നല്ല സ്റ്റോക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം നെറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇതിന് മുമ്പ് 139 86 ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മറിച്ച് 2023 ആയപ്പോൾ -174 വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നെറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞിട്ട് അവരുടെ കയ്യിൽ, അതായത് ഒരു കമ്പനിയുടെ കയ്യിൽ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന എമൗണ്ടിനാണ് നമ്മൾ നെറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അത് ഇപ്പോൾ സൊമാറ്റോയുടെ കയ്യിൽ 92 കോടി ഈ വർഷം അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ട് അവരതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുക. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും FIS അറൗണ്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 54.72% ആയിരുന്നു, അവിടുന്ന് 54.88%. ഇപ്പോൾ 55.11% ഒരു പൊസിഷൻസ് FIS ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി DIS ആണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് 15.47% ആയിരുന്നു, അവിടുന്ന് സ്ലൈറ്റ്ലി കട്ട് ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും ഹെവി ആയിട്ട് FISും DISും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഇനി സൊമാറ്റോ എന്തുകൊണ്ട് മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇന്നത്തെയോ നാളത്തെയോ സ്റ്റോക്ക് പ്രൈസ് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം നമ്മൾ സ്റ്റോക്ക് പ്രൈസ് നോക്കിയിട്ട്, സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ നമ്മളൊരു 100 രൂപയ്ക്ക് നമ്മളൊരു സ്റ്റോക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ 1 ഇയർ ചിലപ്പം ആ സ്റ്റോക്ക് 70 റുപ്പീസിലേക്കും പോകും, 130 റുപ്പീസിലേക്കും പോകും. അപ്പം അതാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊരു ഫണ്ടമെന്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ബിസിനസ് മോഡൽ നമുക്ക് നോക്കിയിട്ട് അവർക്ക് എത്രത്തോളം ഫ്യൂച്ചറിൽ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റിന്റെ പുറത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു റിസ്ക് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാലത്തേക്ക് മുന്നിലേക്ക് കണ്ടിട്ട് വേണം അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം നമുക്കൊരു വിത്തിൻ 1 ഇയർ അല്ലെങ്കിൽ നമ്മളൊരു സ്പെക്കുലേഷൻ വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ രീതിയിൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ അത് നമ്മൾ തിരഞ്ഞെടുക്കണം. അതൊക്കെ ഒരു എക്സ്ട്രാ സ്കില്ലാണ്. കാരണം നമുക്ക് നിഫ്റ്റി ഒരു വർഷം തരുന്നത് അറൗണ്ട് 7% ആണ്. അപ്പോൾ ആ 7%ന് ബീറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരു റിട്ടേൺസ് നേടിയെടുക്കാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക്. അതായത് ഇപ്പോൾ ഒരു നിഫ്റ്റി 7% വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു 12%, 14%, 15% ഒക്കെ നമുക്കൊരു റിട്ടേൺസ് ഒരു വർഷത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് വെരി വെരി ഗ്രേറ്റ്. ഓക്കെ, അപ്പം നല്ല സ്റ്റോക്ക് കണ്ടെത്തിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സൊമാറ്റോ വളരെ നല്ല സ്റ്റോക്കാണ്. ഞാൻ സൊമാറ്റോനെ പറ്റിയിട്ടുള്ള നല്ലൊരു വീഡിയോ ഞാൻ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ VDL, ONGC, കോൾ ഇന്ത്യ, കോള് അതേമാതിരി ഇപ്പോൾ കുറച്ചു ഭയങ്കര ന്യൂസിലൊക്കെ നിറഞ്ഞിരിക്കുന്നൊരു സംഗതിയാണ് കോള്. കാരണം കോളിൻ്റെ ഒരുപാട് വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കോൾ ഇന്ത്യ എന്നല്ല, നമ്മുടെ രാജ്യത്ത് അറിയാലോ. ഇപ്പോൾ സ്റ്റോക്ക് ടു വാച്ച് കോൾ ഇന്ത്യ, BHL, NBCC, മാരുതി, ഇതിനെ പറ്റിയിട്ടുള്ളൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. കോൾ ഇന്ത്യനെ പറ്റിയിട്ടുള്ള കോൾ ഇന്ത്യ ക്ലോസ് ടുഡേ, കോൾ ഇന്ത്യ ലിമിറ്റഡ് ഗെയിൻ ഫോർ 3rd straight session, കോൾ ഇന്ത്യ ലോഞ്ചസ് ശിക്ഷ പ്രോഗ്രാം. ഇതിനെ പറ്റി നല്ലൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ കോള് ഇൻഡസ്ട്രി, അതായത് ആ ഒരു ബേസ് ഓഫ് തീം സ്റ്റോക്കുകളൊക്കെ നമുക്കൊന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ നല്ല സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ HCL ടെക് ഇതേപോലെ തന്നെ നല്ലൊരു സ്റ്റോക്കാണ്. HCL ടെക് IT സെക്ടറിലുള്ള സ്റ്റോക്കാണ്. അപ്പോൾ HCL ടെക്കും നല്ല സ്റ്റോക്കാണ്. കാരണം അവരുടെ ഒരു റവന്യൂം പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റോക്ക് P 24.7 ഉള്ളൂ. ബുക്ക് വാല്യൂ, ROE, ROC എല്ലാം വളരെ ഇതാണ്. ഇനി ഇവരെന്താ ചെയ്യുന്നതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
HCL Tech is a leading global IT service company which is ranked amongst the top 5 Indian IT service companies in terms of revenues. Global assumption of HCL Tech focuses on transformational outsourcing and offers an integrated portfolio service including software-led IT solution, remote infrastructure management, engineering and R&D services, and BPO. The companies leverage its extensive global offshore infrastructure network in 46 countries to provide multi-service delivery in key industry verticals. അപ്പോൾ ഈ ഒരു സ്റ്റോക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു നോക്കാവുന്ന സ്റ്റോക്കാണ്. കാരണം HCL Tech എന്ന് പറയുന്നത് നല്ല രീതിയിൽ അവരുടെ ഇപ്പോൾ നല്ലൊരു വാല്യുവേഷനിലാണ് കമ്പനി. അതാണ് ഒരു മെയിൻ റീസൺ. ഇപ്പോൾ ഓവറോൾ നിഫ്റ്റി IT വളരെ ഡൗൺ ആണെങ്കിൽ പോലും ഇനിയിപ്പോൾ നിഫ്റ്റി IT അതിൽ നിന്ന് ഒരുപാട് താഴേക്ക് പോകാനുള്ള സാധ്യത ഒന്നുമില്ല ഇപ്പോഴത്തെ ഒരു റേഞ്ചിൽ നിന്ന്. ബട്ട് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഒരു കൺസോളിഡേഷൻ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പം ഇനി എത്ര മാസം കൺസോളിഡേഷൻ വരും, അല്ലെങ്കിൽ ഇനി ഒരു 1 year കൺസോളിഡേഷൻ ആണോ, ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ എന്തായാലും ഒരു കൺസോളിഡേഷൻ ഉണ്ടാവും. ഒരിക്കലും മാർക്കറ്റ് ഒരു സ്ട്രൈറ്റ് വേയിലൊന്നും എന്തായാലും ഇപ്പോൾ മുകളിലേക്ക് പോവില്ല. കാരണം വേൾഡ് ന്യൂസ് കുറച്ച് മോശമാണ്, യുദ്ധം റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ IT ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങളടുത്ത് നിങ്ങൾക്ക് ചെറിയ പോർഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് HCL Techലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അവരുടെ ഒരു സെയിൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 85 ഉണ്ടായിരുന്നു മാർച്ച് 2003 അത് 1 lakh above ആയി. ഇപ്പോൾ 1,09,000 2024 ആ ഒരു റേഞ്ചിലേക്ക് അവരുടെ സെയിൽസ് പോയിട്ടുണ്ട്. അവരുടെ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ 22-24 ആയിട്ടുണ്ട്. OPM ആണെന്നുണ്ടെങ്കിൽ 27-24%, 22%, 22%, 2 ക്വാർട്ടറിലായിട്ട് ഇയർ ഓൺ ഇയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഇപ്പോൾ 22%-ലാണ് ഇപ്പോൾ OPM ഉള്ളത്. ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും 11, 13, 14, 15 ഒരു കൺസിസ്റ്റന്റ് ആയിട്ടൊരു നെറ്റ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവരുടെ FIS ആണെന്നുണ്ടെങ്കിലും 60.82 പ്രൊമോട്ടേഴ്സ് ആണ്. FIS ആണെന്നുണ്ടെങ്കിൽ 18.90, 19.42, 19.65% FIS ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവർ ഓരോ പ്രാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് HCL Techൽ. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. DISനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. 15.12, 14.95%. അവർ ഇപ്രാവശ്യമാണോ ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളത്. അത് എപ്പോഴും അങ്ങനെയാണ്. FIS പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് DIS കുറച്ച് ബാക്കിലേക്കായിരിക്കും. FIS നല്ല രീതിയിൽ വിഡ്രോ ചെയ്യുന്ന സമയത്ത് DIS ചെറിയ രീതിയിൽ പൊസിഷൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ചില സ്റ്റോക്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ നോക്കി സൊമാറ്റോയിലൊക്കെ രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ HCL Tech നല്ല സ്റ്റോക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് HCL Techലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന സ്റ്റോക്കാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. കാരണം ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ എനിക്ക് നല്ല വാലിഡ് ആയിട്ട് അല്ലെങ്കിൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കിയിട്ട് അടുത്തൊരു 2 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം 10 വർഷത്തേക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകൾ ഞാൻ അനലൈസ് ചെയ്തെന്നാണ് ഞാൻ എടുത്തിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും കറക്ഷൻസ് കണ്ടെത്താൻ പറ്റും. അല്ല നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ ക്ലബ് ചെയ്തിട്ട് വേണം നിങ്ങൾ നല്ല സ്റ്റോക്ക് കണ്ടെത്താനും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ബാങ്കിങ് സെക്ടേഴ്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു വാച്ച് ലിസ്റ്റ് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പബ്ലിക് സെക്ടേഴ്സ് അല്ല, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ. കാരണം പബ്ലിക് സെക്ടേഴ്സ് ഒക്കെ എല്ലാ ബാങ്കുകളും നല്ല രീതിയിൽ ഇനി മൂവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ പ്രൈവറ്റ് ബാങ്കുകൾ ഇപ്പോൾ HDFC ബാങ്കാണ്. HDFC ബാങ്കിന്റെ ഒക്കെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HDFC ബാങ്ക് ഒക്കെ ഒരു ക്യാഷ് ജനറേറ്റിംഗ് മെഷീനാണ്. കാരണം ആ രീതിയിൽ HDFC ബാങ്ക് ഒക്കെ റവന്യൂ കാര്യങ്ങളും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ HDFC ബാങ്ക് മാർക്കറ്റ് ക്യാപ്പ് 11.96 ഉണ്ട്. ROE ROC റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും.
45, 47, 51, 75, 78, 79. ഓക്കെ, കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല രീതിയിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും 11,560, 15,764 മൈനസ് 27,196. ഇതിന് കുറച്ച് റീസൺസ് ഉണ്ട് ഇപ്പോഴുള്ള ഈ ഒരു നെഗറ്റീവ് ഫൈനാൻസിങ് പ്രോഫിറ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഒരു മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു അനാലിസിങ് വീഡിയോ ചെയ്തിട്ട് അതിൽ പറഞ്ഞുതരാം. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് HDFC ബാങ്കിൽ. അതല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും HDFC ബാങ്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം നെറ്റ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും 17, 17, 18, അതേപോലെ EPS ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അപ്പം എല്ലാം കൊണ്ടും HDFC ബാങ്കിങ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവരുടെ ഒരു കോമ്പൗണ്ട് സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 yearsൽ 21% ആണ്, 3 yearsലേക്ക് 30%. പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും 22% ഉണ്ട്, 3 yearsലേക്ക് 26% ഉണ്ട്. സ്റ്റോക്ക് പ്രൈസിന്റെ ഒരു CAGR നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് 3 yearൽ 2%, ലാസ്റ്റ് 5 yearൽ 5% ആണ്. ഇപ്പോൾ ലാസ്റ്റ് 1 yearൽ -2%. അതായത് സ്റ്റോക്ക് പ്രൈസ് നീങ്ങുന്നില്ല, പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ റവന്യൂ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുന്ന ഒരു ബാങ്കാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ലൊരു എമൗണ്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ഡിഫെൻസീവ് സ്റ്റോക്ക് ആയിട്ട്, ഒരിക്കലും നിങ്ങൾക്ക് HDFCയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇനി ഒരു 100% റിട്ടേൺസ് ഒന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് ഒരു 50-60% ഒക്കെ റിട്ടേൺസ് സുഖമായിട്ട് വളരെ സേഫായിട്ട് കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു സെക്ടർ അല്ലെങ്കിൽ ഒരു ബാങ്കാണ് HDFC ബാങ്ക്. കാരണം അതിന്റെ ഫണ്ടമെന്റൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാങ്കാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്കൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ HDFC AMC ഉണ്ട്. AMC ഇതേപോലെ തന്നെ അറിയാലോ, ഇപ്പം എല്ലാവരും AMC എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് തന്നെ ഭയങ്കര ഹൈ ഗ്രോത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു ഒരു സെക്ടറാണ്. കാരണം എന്ത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്നവരാണ്. എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുവിധ ആളുകളൊക്കെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റിലേക്കും അതേപോലെ തന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മ്യൂച്വൽ ഫണ്ടിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളൊരു രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്ന കമ്പനികളാണ് HDFC AMC. അതേപോലെ തന്നെ വേറെയുണ്ട് മോട്ടിലാൽ ഒസ്വാലിന്റെ അവരുടേതുണ്ട്. അങ്ങനെ ഒരുപാട് 3-4 നല്ല നല്ല സ്റ്റോക്കുകളുണ്ട്, നല്ല നല്ല കമ്പനികളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കാരണം ഇത് ഇനിയിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്, അപ്പോൾ നമ്മൾ വീഡിയോ ഒരുപാട് വലുതായി പോകും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു രീതിയിൽ നോക്കിയിട്ട് നിങ്ങൾക്കും കൂടി ഇൻവെസ്റ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടി ഓക്കെ ഈ ഒരു സ്റ്റോക്ക് നല്ല സ്റ്റോക്ക് ആണെന്ന് തോന്നുന്ന സ്റ്റോക്കിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മാർക്കറ്റിൽ എപ്പോൾ ഒരു ഡൗൺഫാൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. ഇപ്പം മാർക്കറ്റ് ഓൾറെഡി ഓൾ ടൈം ഹൈയിലാണ്. ഇപ്പം ഈ ഒരു സമയത്തൊക്കെ പോയിട്ട് ഇനി നിങ്ങൾ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. തീരെ ഇൻവെസ്റ്റ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുക. അതല്ല നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു വലിയ എമൗണ്ട്, വലിയൊരു ക്യാപിറ്റലൊക്കെ നിങ്ങൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊരു ചെറിയ പെർസെൻറ്റേജ് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ള പൈസ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മാറ്റി വെക്കുക. എന്നിട്ട് നല്ലൊരു കറക്ഷൻസ് വരുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഒരു കറക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് ഒരു 22 റേഞ്ചിലേക്ക് അല്ലെങ്കിൽ 22,500 ഈ റേഞ്ചിലേക്ക് എന്തായാലും ഒരു കറക്ഷൻസ് വരാൻ സമയത്തുണ്ട്. ആ സമയത്ത് കുറച്ചുകൂടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം വീണ്ടും താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള റിട്ടേൺസും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ ഈ മാസം നെക്സ്റ്റ് മന്ത് എങ്ങാണ്ട് ഈ വർഷത്തെ ഒരു ബഡ്ജറ്റ് വരുന്നുണ്ട്, അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് കുറച്ചും കൂടി നല്ല സെക്ടേഴ്സ് നോക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഇനി എന്തായിരിക്കും എങ്ങനെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഫാൾ വരുന്ന ഒരു സമയത്ത് എങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ നോക്കി കാണണം എന്നാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.